കേരള സ്റ്റോറി എന്നുള്ള സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയതിൽ പിന്നെ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയ കാര്യം ഒന്ന് ആടുജീവിതം എന്നുള്ള സിനിമയും രണ്ടാമത്തത് ശാലിനി ഉണ്ണികൃഷ്ണൻ ഫ്രം തിരുവനന്തപുരവും ആയിരിക്കണം. വളരെ എന്താ പറയാ കാരിക്കേച്ചറിഷ് എന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പോർട്രയൽ ഓഫ് ഒരു കേരള വുമൻ ആണ് ആ സിനിമയിൽ നമുക്ക് ശാലിനി ഉണ്ണികൃഷ്ണനിൽ കാണാൻ പോകുന്നത്. ഓൾമോസ്റ്റ് ലൈക്ക് അവരിങ്ങനെ വെറുതെ ഗൂഗിൾ ചെയ്തു കേരള ഗേൾ എന്നിട്ട് അവര് ആദ്യം കണ്ടൊരു സ്റ്റോക്ക് ഇതാണ് കേരള ഗേൾ എന്ന് വിചാരിച്ച് അത് അങ്ങോട്ട് പേസ്റ്റ് ചെയ്ത് വെച്ച പോലെയാണ് ആ ഒരു ക്യാരക്ടറിന്റെ സ്റ്റൈലിംഗ് ആയാലും ബിഹേവിയർ ആണെങ്കിലും അവര് കേരളം എന്ന് കാണിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ചക്കവറുത്തതും ബാക്കിയുള്ള ഹിന്ദി എല്ലാം കൂടി ചേർത്തിട്ട്. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സെറ്റ് ഓഫ് ടു. ടുഡേ ലെറ്റ്സ് ഡിസ്കസ് ബോളിവുഡ്സ് പോർട്രിയൽ ഓഫ് സൗത്ത്. ഈ കേരള സ്റ്റോറിയിലെ ശാലിനി ഉണ്ണികൃഷ്ണൻ മാത്രമല്ല, ഇപ്പം ഞാൻ അടുത്ത് ഒരു പാട്ടെന്തോ കണ്ടപ്പം യൂട്യൂബിൽ കൂടെ പോകുമ്പോൾ കണ്ടതാണ് പരം സുന്ദരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ വരുന്നുണ്ട്. അതിൽ ജാൻവി കപൂർ നാട്ടിലെ കേരളത്തിലെ ഒരു പെൺകുട്ടിയായിട്ടും സിദ്ധാർത്ഥ് മൽഹോത്ര നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന് ഈ നാട്ടിലെ പെൺകുട്ടിയായിട്ട് സ്നേഹത്തിലാവുന്നതും ആയിട്ടുള്ള ഒരു കഥയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ സുന്ദരി എന്ന പേരിലെ കേരളത്തിലെ പെൺകുട്ടികൾ വളരെ കുറവായിരിക്കും. നമ്മുടെ ആ പഴയ അമ്മമാരുടെ ജനറേഷനിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും സുന്ദരി എന്ന പേരിലുള്ള ആളുകൾ. വളരെ റെയർ ആയിട്ടുള്ളതും അത്ര യൂഷ്വൽ ആയിട്ടില്ലാത്തതും ഒരു പേരാണ്. അത് കഴിഞ്ഞ് ഈ ശാലിനി ഉണ്ണികൃഷ്ണനെ പോലെ തന്നെ പരം സുന്ദരിയിലെ ജാൻവി കപൂർ ഈ മുല്ലപ്പൂ മെയിനാണ്. ഇവൻ കാഷ്വൽ ഡ്രസ്സസിന്റെ കൂടെ വരെ ആ കുട്ടി ആ പാട്ടിൽ മുല്ലപ്പൂ വെക്കുന്നുണ്ട്. കേരളം എന്ന് കാണിക്കുമ്പോൾ നമ്മുടെ മെയിനായിട്ട് ബോളിവുഡ് ആൾക്കാർക്കുള്ള മെയിൻ ചേരുവകൾ ഫസ്റ്റ് മുല്ലപ്പൂ മുഖ്യമാണ്, ഇതില്ലാണ്ട് പറ്റൂല. അത് കഴിഞ്ഞാൽ രണ്ടാമത്തത് ഹാഫ് സാരി. അത് കഴിഞ്ഞാൽ ഒരു കഥകളി സീൻ എന്തായാലും വേണം. പിന്നെ കുറച്ച് ബാക്ക് വാട്ടേഴ്സ്, കുറച്ച് കോക്കനട്ട്, പിന്നെ മുറി മലയാളം. ഇവരൊക്കെ ഭയങ്കര മലയാളികളാണെങ്കിലും ഇവരൊക്കെ ഹിന്ദി. എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും എൻ്റെ ഹസ്ബൻഡിൻ്റെ മദർ ടങ് മന്തിയാണെന്ന്. മലയാളം ഹിന്ദിയാണ്. ആള് ഡൽഹിയിൽ ആണ് ചെറിയ പ്രായത്തിലൊക്കെ വളർന്നത്. അപ്പോൾ ആള് പറയും മന്തിയാണെന്ന്. അതുപോലത്തെ ഒരു മന്തി സംസാരമാണ് മലയാളം ഹിന്ദി അല്ലാത്ത എന്തോ ഒരു സംസാരം. ഇതാണ് മെയിനായിട്ട് ഇവരുടെ ഒരു ചേരുവകൾ എന്ന് പറഞ്ഞാൽ. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുറച്ച് തെങ്ങും ബാക്ക് വാട്ടറും ഇതെല്ലാം കാണിച്ചു കഴിഞ്ഞാൽ കേരളം റെഡി. ഇത് വളരെ സ്റ്റീരിയോടിപ്പിക്കലായ ഒരു കാഴ്ചപ്പാടല്ലേ? അത് എന്തുകൊണ്ടാണ് അവർക്കത് മനസ്സിലാക്കാൻ പറ്റാത്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവണില്ല. അത് ഇഗ്നോറൻസ് കൊണ്ട് മാത്രമാണ് മനസ്സിലാക്കാൻ പറ്റാത്തത്. ഇപ്പം എന്നെ തന്നെ നോക്കൂ, ഞാൻ മലപ്പുറത്തു നിന്നുള്ള മക്കരപ്പറമ്പ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു സ്ഥലത്തു നിന്നുള്ളൊരു കുട്ടിയാണ്. ഈ മുല്ലപ്പൂവ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സൈഡിൽ ഇങ്ങനെ മുല്ലപ്പൂവൊക്കെ വെക്കുക എന്നുള്ളത് കുട്ടികളാവുമ്പോൾ അമ്മമാർക്ക് സമയമില്ലാത്തപ്പോഴൊക്കെ അങ്ങനെ വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അപ്പം അങ്ങനെ അല്ലെങ്കിൽ ആയിട്ടോ അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ കുറേ നീളത്തിലൊക്കെയാണ് നമ്മൾ മുല്ലപ്പൂവൊക്കെ വെക്കുന്നത്. അല്ലെങ്കിൽ ഒരു സൈഡിൽ ഇതിങ്ങനെ കുത്തിയിടുക എന്നുള്ളത് അത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചെയ്തിട്ടുണ്ടാവായിരിക്കാം. ഈ ഒരു ഹാഫ് സാരി എന്നുള്ളൊരു സാധനം ഉടുക്കുന്നത് നമ്മളൊരു ഒക്കേഷണൽ വെയർ ആയിട്ടാണ്, അല്ലാണ്ട് അതൊരു എവറി ഡേ വെയർ അല്ല. കോളേജിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇനിയും നന്നായിട്ടൊക്കെ പുതിയ ഡ്രസ്സൊക്കെ മേടിച്ചിട്ടാണ് പോവുക. അല്ലാണ്ട് കണ്ട് വീട്ടിലിരിക്കണ ഹാഫ് സാരി കഴിഞ്ഞ ഓണത്തിന് കൊടുത്ത ഹാഫ് സാരി ഒന്നും എടുത്തിട്ട് ആരും ഇതിന് പോകുന്നുണ്ടാവില്ല. അത് മനസ്സിലാക്കാൻ പറ്റായക എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അപ്പം ഞാൻ എൻ്റെ 1-2 നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിച്ചു, എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ. അപ്പോൾ ആള് പറയായിരുന്നു, ഇത് പ്യുവർ ഇഗ്നറൻസ് ആണ് ബ്രോ. ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് അറിയില്ല. രണ്ടാമത്തെ കാര്യം, അവരുടെ ഓഡിയൻസിന് അറിയണം എന്ന് വലിയ ആഗ്രഹവും ഇല്ല. ആഗ്രഹവും താല്പര്യവും ഇല്ലാത്ത സ്ഥിതിക്ക് അവർക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കേരള എന്ന് പറയുന്നത് ഒരു ഈസ്തറ്റിക്കിലേക്ക് ചുരുങ്ങുന്നതായിട്ട് പലപ്പോഴും ഫോർ ദ നോർത്ത് ഇന്ത്യൻ മൈൻഡ് ഒരു ഏസ്തറ്റിക്കിലേക്ക്, ഒരു മുംബൈയിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച്, ഒരു ഫിലിം പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് സൗത്ത് ഇന്ത്യൻ്റെ ഏസ്തറ്റിക് എന്ന് പറയുമ്പോൾ ഇത് എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് ചുരുങ്ങാണ്. അത് പണ്ടേ ഉണ്ട്. നമ്മളിപ്പോൾ ചെന്നൈ എക്സ്പ്രസ് പോലത്തെ സിനിമകൾ, അതിൻ്റെ മുന്നത്തെ പഴയ സിനിമകളിലൊക്കെ നോക്കിയ ഒരു പട്ടര് പോലത്തെ ഒരു കഥാപാത്രത്തിനെ കാണിക്കും. അയാൾ അയ്യോ അമ്മയെ എന്നൊക്കെ കുറേ പറയും, അയ്യോ എന്ന് ഭയങ്കരമായിട്ട് പറയുന്നൊരു കഥാപാത്രം ഉണ്ടാവും. അതല്ല, നമ്മൾ ചെന്നൈ എക്സ്പ്രസ്സിലാണ് കുറച്ചും കൂടി സൗത്ത് ഇന്ത്യൻ ഇതായിട്ട് നമ്മൾ കണ്ട ഒരു സിനിമ. അതിൽ പറഞ്ഞാൽ അവർക്ക് എന്താണ് ചെന്നൈ എക്സ്പ്രസ് എന്നാണെന്ന് പേരുണ്ടെങ്കിലും മീനമ്മ എവിടുന്നാന്ന് അവർക്ക് അത്ര അങ്ങോട്ട് ഒരു വശമില്ല. അപ്പോൾ ഒരു അവിയലാണ്. എല്ലാ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളുടെയും കൂടി ചേർന്നിട്ടുള്ള ഒരു അവിയലാണ്. പിന്നെ നമ്മൾ രാവണിൽ കണ്ടു, രാവണിൽ മുപ്പൊരാൾ നൂഡിൽസൊക്കെ തൈരൊക്കെ ഒഴിച്ച് കുഴച്ചടിക്കുന്നത്. അപ്പം അത് അത്ര വിവരമില്ല അവർക്ക്. അതാണ് എനിക്ക് മനസ്സിലായത്. അത്ര വിവരമില്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടണേ. അത് കഴിഞ്ഞപ്പോൾ കേരള സ്റ്റോറിയിലാണ് ഏറ്റവും മോശമായിട്ടൊരു സൗത്ത് ഇന്ത്യൻ ഗേളിനെ കാണിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അവർ കാണിച്ചു വെച്ചിരിക്കുന്നത്.
എനിക്ക് കേരള സ്റ്റോറി എന്നുള്ള സിനിമ പലപ്പോഴും കണ്ടപ്പോൾ തോന്നിയത് ഞാൻ കുറച്ചേ കണ്ടുള്ളൂ. കാണാൻ പറ്റുന്നില്ല. ഒരു ന്യൂസ് ആങ്കർ പറയുന്നുണ്ട്. അതിനോട് ഞാൻ 100% എഗ്രി ചെയ്യുന്നു. അത് കണ്ടിരിക്കാൻ പോലും വാല്യൂ ഇല്ലാത്ത സിനിമയാണ്. ഒരുപക്ഷേ നടന്ന സംഭവങ്ങളിൽ എന്തെങ്കിലും ഒരു സത്യം ചേർത്തിട്ട് അവര് ഒരു വളരെ ഗ്രിറ്റി ആയ രീതിയിലുള്ള നമുക്ക് കണ്ട് ഇതായിരുന്നു ഇവിടെ നടന്നതെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു സിനിമ അവരെടുത്തിരുന്നെങ്കിൽ മേ ബി ആൾക്കാര് അതിനെ നാട്ടിലുള്ളവരെന്നെ അപ്ലോഡ് ചെയ്തേനെ. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ വളരെ സ്കെച്ച് ആയിട്ടുള്ളൊരു കാണിച്ചുകൂട്ടലായതുകൊണ്ട് തന്നെ നമുക്കത് അംഗീകരിക്കാൻ ഒരു മോഡേൺ ഫീമെയിൽ ഫ്രം കേരള ഹൂസ് ലൈക്ക് 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു മോഡേൺ ഫീമെയിലിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു പോർട്രയലായിരുന്നു കേരള സ്റ്റോറിയിലെ ശാലിനി ഉണ്ണികൃഷ്ണൻ്റേത്. ഇനി നമ്മൾ കേരളത്തിനെ പറ്റി മാത്രമല്ല കേട്ടോ ബോളിവുഡിൻ്റെ ഇത്. ഇപ്പം ഞാൻ ചെന്നൈ എക്സ്പ്രസ് പറഞ്ഞപ്പോഴും അവരതിൽ കഥകളി ഒക്കെ കാണിക്കുന്നുണ്ട്. കാരണം അവർക്ക് എന്താണ് കാട്ടേണ്ടതെന്ന് അറിയില്ല. അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഈ സ്റ്റേറ്റുകൾ ഇപ്പോൾ മീനാക്ഷി സുന്ദരേശ്വർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സിനിമ കണ്ടു. അതിൽ എന്ന് പറഞ്ഞാൽ ഈ അഭിനയിച്ചവരെല്ലാം നോർത്ത് ഇന്ത്യക്കാർ, മെയിൻ ലീഡും നോർത്ത് ഇന്ത്യക്കാർ. പക്ഷെ സംഭവം നടക്കണം മധുരയിൽ. ഒരു സൗത്ത് ഇന്ത്യൻ ഫാമിലിയുടെ കഥ, എല്ലാവരും ഹിന്ദിയാണ് പറയണത്. അങ്ങനത്തെ രീതിയിലുള്ള ഒരു പോർട്രയലാണ് വരുന്നത്. അതിൽ ഇങ്ങനെ എന്താ പറയുക, സോൾട്ട് ബേ പോലെ എല്ലാവരും കുറച്ച് രജനീകാന്തിൻ്റെ കുറച്ചൊരു പേരുകൾ തൂവിക്കഴിഞ്ഞാൽ നമ്മൾ പക്ക സൗത്ത് ഇന്ത്യനായി എന്നുള്ള അത്ര ബേസിക് ആണ് അവർക്ക് നമ്മുടെ സ്റ്റേറ്റുകളെ പറ്റിയുള്ള അണ്ടർസ്റ്റാൻഡിങ്. നമ്മുടെ സ്റ്റേറ്റുകളിൽ ഇപ്പോൾ കേരളമോ തമിഴ്നാടോ കർണാടകയോ ആന്ധ്രാപ്രദേശോ തെലങ്കാനയോ ഒക്കെ എടുക്കുകയാണെങ്കിലും വളരെയധികം ഡൈവേഴ്സാണ് ഈ സംസ്ഥാനങ്ങളിലെ കൾച്ചറുകളെല്ലാം. ഒരു സ്ഥലത്തു നിന്ന് പോകുമ്പം ലാംഗ്വേജ് മാത്രമല്ല മാറുന്നത്, കൾച്ചറിലും വളരെയധികം ഡിഫറൻസ് ഉള്ള 3-4 സ്റ്റേറ്റുകളാണ്. അപ്പം നമ്മൾ അതിനെ ഇത്രയും ചുരുക്കി കാണിക്കുക എന്നുള്ളത് കംപ്ലീറ്റ് ഇഗ്നറൻസ് ആണ്. കംപ്ലീറ്റ് നമ്മൾ എന്നും ഇലയിട്ട് വാഴയിലയിട്ട് സദ്യയൊക്കെ തിന്ന് ഇവിടെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ പ്ലേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്ലേറ്റിലൊക്കെ ഭക്ഷണം കഴിക്കുന്നവരാണെന്നും എന്നും ഇഡ്ഡലിയും സാമ്പാറും ദോശയും മാത്രമല്ല, നമുക്ക് വേറെ സാധനങ്ങളും ഈ സദ്യയും മാത്രമല്ല, നമ്മൾ ഒരുപാട് സാധനങ്ങൾ കഴിക്കുന്നതാണ്. നമ്മൾ ബീഫും പൊറോട്ടയൊന്നും ഇപ്പോഴും അവർക്ക് കാണിക്കാനുള്ള ധൈര്യം ഇപ്പോഴും അവർക്ക് വന്നിട്ടില്ല എന്നുള്ളതും ഇതൊക്കെ ഒരു വലിയ കാര്യമാണ്. ഇതിപ്പോൾ അടുത്ത കാലത്തൊന്നും മാറാനും പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ കൊളീഗ്സോ പിയേഴ്സോ ആയിട്ടുള്ള ആൾക്കാരൊക്കെ നോർത്ത് നിന്നുള്ളവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവരുടെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അവർ കൾച്ചർ ഇസ് വെരി ലിമിറ്റഡ്. അപ്പം നിങ്ങളുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് താഴെ കമൻറ്റിൽ പറയുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. ബൈ.